വാപ്പ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ വിളിച്ചു മാനെ മൂസാനെ പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ വിളിയൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. ഓന്റെ ഒച്ച കേൾക്കാൻ വിളിച്ച മാതിരിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പ വിളിച്ചാൽ അങ്ങോട്ട് മാഞ്ഞാണ് ചെല്ലും. ഇപ്പൊ കുട്ടികളോട് വിളിച്ചാൽ പോരാ, പിന്നെ ഇങ്ങോട്ട് വാന്ന് വേറെ പറയാം. വിളിച്ചാൽ അവിടുന്ന് തന്നെ ഇങ്ങോട്ട് വരുന്ന പരിപാടി. ആരാ പുറത്ത് വന്നിക്കണേ നോക്കുക. നോക്കി അതിനാണ് പോയി ചെയ്ത്. കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഓന്റെ ഒച്ച കേട്ടോ പറഞ്ഞ അന്നല്ലേ ഞാൻ അവിടെ പുറത്താരാ വന്നിക്കണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കിക്കണു വാപ്പ. എന്നിട്ട് ആരേനെ ചോദിച്ചു. അതാ അതിലൊക്കെ തല്ലിയാക്കിയാണ് ഒരു ചിന്തയെ പറയാൻ ചോദിച്ചു. ഞാൻ നോക്കാനല്ലേ പറഞ്ഞാൽ പറയാൻ പറഞ്ഞു. പറയാൻ പറഞ്ഞില്ല, നോക്കാനല്ലേ പറഞ്ഞു. അവിടെ പ്രസവിച്ചോടത്ത് നോക്കാൻ ഏൽപ്പിച്ചല്ലോ, കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചു ഒരു വേലക്കാരത്തിന്. കുട്ടി ആദ്യം തൊട്ടിന്റെ കട്ടിൽമ കളിക്കാൻ കട്ടിൽമന്ന് കുട്ടി നിരോധിച്ചാണ്ട് പറഞ്ഞ് താഴേക്ക് വീണ്. അവിടുന്ന് കുട്ടി കൊട്ടി പറഞ്ഞാൽ മിറ്റത്തേക്ക് വീണ്. തള്ള കുളിച്ചോ നോക്കുമ്പോൾ മിറ്റത്ത് ചോര വെച്ച് കിടക്കണം. അപ്പൊ എന്നല്ലേ ഞാൻ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു വെച്ചു. ഞാൻ നോക്കിയാലോ എന്തൊരു നോക്കി നോക്കി വെച്ചു. കുട്ടി ആദ്യം കട്ടിൽമേലെ അവിടുന്ന് താഴേക്ക് വീണ്. അത് നോക്കി. അവിടുന്ന് കുട്ടി രണ്ട് പഠിച്ചാൽ മിറ്റത്തേക്ക് വീണ്. അപ്പൊ അത് നോക്കിയാൽ നോക്കാനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഈ കോലത്തിലാണ് ഇപ്പോഴത്തെ സംഗതി. എന്തുകൊണ്ട്? കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ നല്ല നിലക്ക് കൊടുക്കണം. ഉമ്മാര് കുട്ടികളെ തൊട്ടിന്ന് എടുക്കണത് തന്നെ വല്ലാത്തൊരു സ്നേഹത്തിൽ, മടിത്തട്ടിൽ വെക്കണത് അതിലേറെ സന്തോഷത്തിൽ. കുട്ടിക്ക് ഇങ്ങനെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് കുട്ടി മുലപ്പാൽ കുടിക്കുമ്പോൾ കുട്ടിനെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ട് അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ദിക്റും ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെയാ മുലപ്പാൽ കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും. ഇന്ത്യ കണ്ട ഭരണാധികാരികളെ കൂട്ടത്തിലെ ധീരശൂരനായ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി. ടിപ്പു സുൽത്താന്റെ ചരിത്രം വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് മൂപ്പരെ ബഹുമാനമില്ലാത്തത്. ഔലിയാക്കളെ കിതാബ് എടുത്ത് നോക്കിയാൽ ടിപ്പു സുൽത്താൻ ആരാന്നറിയോ? റളിയൽ ഇലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി. ഔലിയാക്കളെ കിതാബിൽ റളിയല്ലാഹു എഴുതിയ മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ ബാപ്പ ഹൈദരലി പറയുന്നുണ്ട് മൂപ്പർക്ക് മക്കളില്ല, കുറെ കാലം മക്കളില്ല. മക്കളില്ലാതെ വിഷമിച്ചപ്പോ മൂപ്പർ എന്ത് ചെയ്തു? അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു, ഒരു വലിയ ടിപ്പു മസ്താൻ എന്നാ മൂപ്പരുടെ പേര്. ആ ടിപ്പു മസ്താന്റെ അടുത്ത് പോയിട്ട് വാപ്പ പോയിട്ട് പറഞ്ഞു, ഹൈദരലി പോയിട്ട് പറഞ്ഞു, മക്കളില്ലല്ലോ, എനിക്കൊരു അനന്തരാവകാശം ഇല്ലാത്ത കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ്, അതുകൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണം, അത് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ടിപ്പു മസ്താൻ വലിയുള്ള മൂപ്പർക്ക് ദ്വാരം കൊടുത്തു. അന്നത്തെ രാത്രി ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭത്തിൽ ഉണ്ടായ കുട്ടിയാണ് ആൺകുട്ടി. ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഹൈദരലി ആ കുട്ടിക്ക് ആ വലിയന്റെ പേരിട്ടു. അതാണ് ടിപ്പു എന്ന് പേരിട്ടത്. ടിപ്പു മസ്താൻ വലിയുള്ള അയാൾ, ആ വലിയന്റെ പേരാണ് മകന് വാപ്പ കൊടുത്തത്. വാപ്പ ഹൈദരലി മകനെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചു പട്ടാളത്തിനൊപ്പം. അവിടെയൊക്കെ വലിയ വിജയമുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് വാപ്പ ഹൈദരലിയോട് പറഞ്ഞു, നിങ്ങളെ മകൻ ടിപ്പു വല്ലാത്ത ഭാവിയുള്ള ആളാണ്, തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ പറയണത്, എന്റെ മകന് വലിയ വിജയമുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? 2 വർഷം ഞാൻ മകന് മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെച്ച് മുലപ്പാൽ കൊടുത്തിട്ടില്ല. എന്റെ കുട്ടിക്ക് ദേഷ്യപ്പെട്ട മനസ്സോടുകൂടെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടുള്ളൂ. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. മുലപ്പാൽ കൊടുക്കുന്നിടത്ത് വളരെയധികം ഉമ്മമാര് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അത് കൊടുക്കാനല്ല. ഏത് മുലപ്പാലിനെ അള്ളാഹു തആല സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ? ഉമ്മയുടെ കയ്യിൽ അള്ളാഹു തആല മുലപ്പാൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് കിടക്കാത്ത പാത്രത്തിൽ. മുലപ്പാൽ കേടെന്ന് പോണ പ്രശ്നമല്ലല്ലോ. പല പാലും എന്താകും? തൈരാക്കാം, മോരാക്കാം, പല കേടും പറ്റും. എന്നാൽ മുലപ്പാൽ കേടെന്ന് നിൽക്കുന്നത് നിങ്ങൾ വരെ കേട്ടോ, ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. മുലപ്പാലിന് കേട് പറ്റാന്നുള്ള സംഭവം ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു പെണ്ണിന് ഒരാഴ്ച ഒന്നും വയറ്റിന് പോകാതെ നിന്നാൽ ചിലപ്പോൾ മുലപ്പാലിന് ചെറിയ പാട്ടും വരും. അല്ലാതെ മുലപ്പാൽ കേട് വരാന്നുള്ള പ്രശ്നം മാത്രമല്ല, നമ്മൾ കുടിക്കണ ഏത് പാലും കാച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കുടിച്ചാൽ. പശുവും പാലും ഒന്ന് കാച്ചണം അല്ലേ? ഞങ്ങൾ നോക്കി ആട്ടൻപാൽ കുടിക്കാൻ ഒന്ന് കാച്ചിട്ട് കുടിക്കണം. മുലപ്പാലിന് അള്ളാഹു തആല ഉമ്മാന്റെ ശരീര പ്രകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറുക്ക ചൂടിലാണ് ഏതുണ്ടാകുക? മുലപ്പാലുണ്ടാകുക. ഒരു ചെറിയൊരു ചൂടിങ്ങനെ, അതായത് മനുഷ്യൻ കൈ കടത്താതെ അതിന്റെ എല്ലാ സംഗതിയും വരുത്തി വെച്ചിട്ടാണ് അള്ളാഹു തആല മുലപ്പാൽ കൊടുത്തിട്ടുള്ളത്. ഓ ഉമ്മമാരെ, മീൻ ഇങ്ങനെ നന്നാക്കി കൊടുക്കുമ്പോൾ കുട്ടി നിരോധിച്ചാൽ ആ മീൻ മണത്തുകൊണ്ടല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. വൃത്തിയില്ലാത്ത രൂപത്തിലല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആകെ വിയർത്ത് ആ വിയർപ്പൊക്കെ പാടെ ഒഴുകിയിട്ട് അതോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കല്ലേ. മുല നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞല്ലോ, 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഖിബലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല. അൽഹംദുലില്ലാഹ് ചൊല്ലാൻ വിട്ടുപോയ ചരിത്രമില്ല. മുലപ്പാൽ, അതിനെപ്പറ്റിയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രസവിച്ചിരിക്കുന്ന ഉമ്മമാര് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 വർഷം കൊടുക്കണം. ഇൻ അറാദ അൻ യുതിമ്മ റളാഅ, പൂർത്തിയായിട്ട് മുലപ്പാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 2 വർഷം കൊടുക്കണം. മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾക്ക് തന്റെ ഉമ്മ 2 വർഷം മുലപ്പാൽ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ ഓർക്കണം, ഉമ്മാര് വേറെ ഒന്നും ചെയ്യണ്ട, നല്ല മുലപ്പാൽ കുട്ടികൾക്ക് കൊടുത്താൽ മതി. നമ്മള് കുട്ടികളെ വെച്ച് കണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നത്. കുട്ടികൾ ഇങ്ങനെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ അപ്പുറത്തുള്ള അമ്മാനോട് ഗീബത്തും നമീമത്തും പറഞ്ഞാണ് മുലപ്പാൽ കൊടുക്കല്ലേ. കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. മൂത്ത കുട്ടിനോട് ബാപ്പാനെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. അതൊക്കെ കുട്ടിയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് വേണ്ടാത്ത സന്ദേശം കൊടുക്കലാണ്.
ഞമ്മക്കണ്ട കൗതുകത്തിന് ചില വേണ്ടാത്ത പശു പറയും, ആടി കള്ളത്തെ വലാലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നല്ല ദിക്റാണ് പറഞ്ഞത്. സന്തോഷത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ മുലപ്പാല് കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ എത്രമാത്രം ആ കുട്ടിയെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 6 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരം മുഴുവനും ആ കുട്ടിയുടെ എല്ലാം ഒരു CC ക്യാമറയാണ്. ഒരു CC ക്യാമറയിൽ പുറത്ത് കാണുന്ന എല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാം ഒപ്പിയെടുക്കുന്ന CC ക്യാമറയാണ് ഒരു കുട്ടിയുടെ മനസ്സ്. ആ മനസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ഓർത്തു നോക്കണം നിങ്ങൾ. നബി മുഹമ്മദ് റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പോഫാത്തായിക്കുള്ളൂ അല്ലേ? പിന്നെ ആരാ? ബഹുമാനപ്പെട്ട ബീബി ആമിന. ആമിന ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയെ പോറ്റി വളർത്തുമ്പോ യാ അല്ലാഹ്, ഒരൊറ്റ സംഭവം പറയാം. 6-ാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വഫാത്താകണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയത് പൂർണ്ണമായ 2 കൊല്ലം ഹലീമ ബിബി റളിയല്ലാഹു അൻഹ മുലപ്പാൽ കൊടുക്കുമ്പോൾ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലപ്പാൽ കൊടുക്കാൻ കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? മക്കത്തുൽ മുക്കറമയിൽ ജനിച്ചിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ എവിടെ പോകേണ്ടത്? സഅദ് കബീലയിലേക്ക്, ഹലീമത്തു സഅദിയ. നമ്മൾ നല്ലപോലെ പഠിക്കണം. എന്താ സഅദ് കബീലിന്റെ പ്രത്യേകത? മക്കത്തുൽ മുക്കറമയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു പ്രദേശമാണ് സഅദ് കബീല. 40ഓ 50ഓ ഒക്കെ വീടുകൾ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ ഏരിയയാണ് സഅദ് കബീല. അന്ന് 40-50 വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ അടിക്കടിക്ക് വീടുകളില്ലല്ലോ, ഇന്നത്തെ സ്ഥിതി അതല്ലേ. അപ്പോൾ 40-50 വീട്ടുകാർ ഇങ്ങനെ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശം. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ് അവിടെ. ഒന്ന്. രണ്ടാമത്തെ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും നല്ല സ്വഭാവക്കാരാണ്. നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് അവിടെ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിലും ആ ഭാഷക്ക് കുറെ കേടുപാടുണ്ടാവും. നമ്മൾ മലയാളം പറയുന്നുണ്ട് അല്ലേ? നമ്മൾ മലയാളം പറഞ്ഞാൽ നമ്മളെ മലയാളം തിരുവനന്തപുരത്തുകാരെ മലയാളം കൂടി എത്ര വ്യത്യാസമുണ്ട്.